നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകത്ത് വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കിഴിപ്പള്ളിക്കര സ്വദേശി ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്ന അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത്. ഊരകത്ത് ബാറിൽ വെച്ച് യുവാവിനെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ സ്വദേശി കോഴിക്കോടൻ വീട്ടിൽ സുദേവാണ് അറസ്റ്റിലായത്. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വേല മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഈ മാസം 6-ന് വെള്ളിയാഴ്ച ആഘോഷിക്കും. വാർത്തകൾ വിശദമായി. ഊരകത്ത് വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കിഴിപ്പള്ളിക്കര സ്വദേശി ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്ന അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ജനുവരി 29-നാണ് ഊരകത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്നത്. അന്തിക്കാട് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനന്തകൃഷ്ണൻ. തൃശൂർ ജില്ലാ റൂറൽ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഊരകത്ത് ബാറിൽ വെച്ച് യുവാവിനെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പഴവിൽ സ്വദേശി കോഴിക്കോടൻ വീട്ടിൽ സുദേവാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ജനുവരി 9-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെരുമ്പള്ളിശ്ശേരി സ്വദേശിയാണ് ആക്രമിക്കപ്പെട്ടത്. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ചേർപ്പ് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ പേരിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു അടിപിടി കേസും ഉള്ളതായി പോലീസ് അറിയിച്ചു. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വേല മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഈ മാസം 6-ന് വെള്ളിയാഴ്ച ആഘോഷിക്കും. തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ തൈലയെടുപ്പുള്ള 23 ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പിൽ ദേവസ്വം വക ഗജരാജൻ ഊട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പ് ഏറ്റും. തൃക്കൂർ, പൊന്നൂക്കര, കല്ലൂർ ദേശങ്ങളിലെ 20 സമാജങ്ങൾ വേല മഹോത്സവത്തിൽ പങ്കാളികളാവും. ഉത്സവ ദിവസം രാവിലെ പള്ളി ഉണർത്തൽ, നടത്തുറപ്പ്, ഗണപതി ഹോമം, പറനിറയ്ക്കൽ, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശീവേലി, എഴുന്നള്ളിപ്പ്, പ്രസാദകൂട്ട്, വൈകിട്ട് ദീപാരാധന. 6:30 മുതൽ 9:30 വരെ കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം, തുടർന്ന് കുടമാറ്റം, വേലക്കളി തുടങ്ങിയ ചടങ്ങുകളും നടത്തും. ശനിയാഴ്ച വലിയ ഗുരുതിയോടെ 7 ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജു ഐക്യത്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവം വരുന്ന ഫെബ്രുവരി 6-ാം തീയതി അതിവിപുലമായി ആഘോഷിക്കുകയാണ്. ജനുവരി 31-ന് കൊടിയേറുകയും അന്ന് മുതൽ വളരെ നല്ല നിലയിൽ തന്നെ ഓരോ ദിവസവും പരിപാടികൾ, കുട്ടികളുടെ കലാപരിപാടികളും നൃത്തനൃത്യങ്ങളും മറ്റു പരിപാടികളും സംഗീതോത്സവമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പരിപാടികൾ കൊണ്ടാടുന്നു. ഈ വർഷത്തെ വേല മഹോത്സവത്തിന് തന്ത്രിമുഖ്യൻ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും അതിഗംഭീരമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെരിഞ്ചേരി നീതൂസ് മോണ്ടിസോറി ഇന്റർനാഷണൽ കിൻഡർഗാർട്ടൻ വാർഷികാഘോഷം നടന്നു. ചിറക്കൽ സിജോസ് ഹട്ടിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അധ്യാപിക റെനി പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മീര ഉണ്ണികൃഷ്ണൻ, ബൈജു ബെൻസൺ എന്നിവർ ചേർന്ന് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ബാലജനസഖ്യം ഫോറം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. സിനിമാ വസ്ത്രാലങ്കാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് അധ്യാപിക ബിൻസി ലിജോയ്ക്ക് മാനേജ്മെന്റ് സിജോ ചാക്കോ സമ്മാനിച്ചു. അധ്യാപിക ബിൻസി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദിവ്യ ജയെ, സ്കൂൾ പ്രിൻസിപ്പൽ നീതു സിജോ, അധ്യാപികമാരായ നിഷ, ഷാരി, സഹല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച യോഗ പ്രദർശനം, സ്റ്റോറി ടെല്ലിംഗ്, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടി കവിതാലാപനം,
സൂംബ ഡാൻസ്, ഫാൻസി ഡ്രസ് ഷോ, ബഷീറിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ടാബ്ലോ, വ്യക്തിഗത നൃത്യങ്ങൾ, പ്രസംഗ പ്രകടനങ്ങൾ, മാതാപിതാക്കളുടെ നൃത്ത പരിപാടികൾ എന്നിവ അരങ്ങേറി. UKG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. പ്രിൻസിപ്പൽ നീതു സിജോ സമ്മാനദാനം നിർവഹിച്ചു. പരിപാടിയിൽ മാതാപിതാക്കൾക്കായി കളികളും ഒരുക്കിയിരുന്നു. വിഷൻ 2026 ചേർപ്പ് പഞ്ചായത്ത് 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ ചെയ്തു പോന്നു എന്ന് നിങ്ങൾ പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ 2026 വിഷൻ. അതിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച്, അതിലൊരു പാർട്ടിയോ ഒരു ഇതുമില്ല, നമ്മൾ 22 ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ് ചേർപ്പ് പഞ്ചായത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവർ പറയണമെന്ന് പറഞ്ഞു, ഇവിടെ ചെല്ലുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ, വൈസ് പ്രസിഡന്റ് പറഞ്ഞു, അതുപോലെ പ്രസിഡന്റ്. ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതാ ആ കാട്ടിലോട്ടമത്സരം അമ്മയും ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ ഓട്ടമത്സരം തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ മുയൽ തിരിഞ്ഞു നോക്കി. അയ്യോടാ പാവം, അമ്മ വരുന്നേ ഉള്ളൂ, കുറച്ചു നേരം മരത്തല്ല കിടന്നിറങ്ങാം. അങ്ങനെ മുയൽ ഉറക്കമായി. പെട്ടെന്നതാ അമ്മ ജയിക്കാനായി പതിയെ നടന്നു നീങ്ങി. പെട്ടെന്നതാ കയ്യടി ശബ്ദം. മുന്നൊട്ടി ഉണർന്നു. നോക്കുമ്പോഴതാ ആമ ജയിച്ച് സമ്മാനം വാങ്ങുന്നു. മടി പിടിച്ച് കിടന്ന കാരനല്ലോ തോറ്റുപോയത്. മുയൽ വിഷമിച്ച് ആമ സദാസ് കൊണ്ട് തുള്ളിച്ചാടി. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മടി പിടിച്ചാൽ തോറ്റുപോകും, വിഷമിച്ചാൽ വിജയത്തിലെത്തും. നന്ദി. ICDS പുരസ്കാര നിറവേൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. 2024-25 വർഷം സംയോജിത ശിശുവികസന സേവന പദ്ധതിയിലെ മികച്ച സേവനമാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. ജില്ലാ ഭരണകൂടവും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സേവനങ്ങൾക്കും ക്രിയാത്മക ഇടപെടലുകൾക്കുമുള്ള അംഗീകാരമാണ് പുരസ്കാരം. തൃശൂർ ജില്ലാ കളക്ടർക്കൊപ്പം വയനാട് കളക്ടറും പുരസ്കാരം സ്വന്തമാക്കി. അങ്കണവാടികൾക്ക് സ്വന്തമായ ഭൂമി, കെട്ടിടം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ ശക്തമായ ഇടപാടുകൾ. അതിലൂടെ 18ഓളം അങ്കണവാടികൾക്ക് ഭൂമി ഉറപ്പാക്കി. 50ലേറെ അങ്കണവാടികൾക്ക് ഭൂമി ഉറപ്പാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലും എത്തിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം വളർത്താൻ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് വായിക്കാം പദ്ധതി. വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടറുമായി സംവദിക്കാനായി മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടി. കുട്ടികളിൽ ഉൾപ്പെടെ മികച്ച കായിക സംസ്കാരം വളർത്താൻ ഗെറ്റ് സെറ്റ് തൃശൂർ പദ്ധതി. ഈ പദ്ധതി പ്രകാരം CSR ഫണ്ടോടെ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റുകൾ. ജനാധിപത്യ രീതിയിൽ മാതൃകാ പാരന്റിംഗ് പ്രോത്സാഹിപ്പിക്കാൻ പാരന്റ് ആപ്പ് ക്യാമ്പയിൻ. ആദിവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ജോലിയും ഉറപ്പാക്കാനുള്ള ക്ലാസുകൾ നൽകുന്ന ഉദ്യമമായ കനവ്. ഇവയെല്ലാം ജില്ലാ കളക്ടറുടെ പ്രവർത്തന മികവുകളിൽ ചിലത് മാത്രമാണ്. കൂടാതെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിനുള്ള അംഗീകാരം കൂടിയാണ് പുരസ്കാരം. മികച്ച ജില്ലാ കളക്ടർ കൂടാതെ അങ്കണവാടി വർക്കർ, ഹെൽപ്പർ ഉൾപ്പെടെ 10 പുരസ്കാരങ്ങളാണ് തൃശൂർ ജില്ലയ്ക്ക് ലഭിച്ചത്. മികച്ച അങ്കണവാടി വർക്കർമാരിൽ ICDS ചേർപ്പിലെ VP ബിന്ദുവും പുരസ്കാരം നേടി. കേരള സർക്കാർ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ കൊച്ചുനാരായണന് ആദരം. കൈതക്കാപ്പുഴ കുടുംബക്ഷേത്രം തോറ്റമ്പാട്ട് ഉത്സവത്തിന്റെ ഭാഗമായാണ് ആദരം നൽകിയത്. കഴിഞ്ഞ 40 വർഷമായി കളമെഴുത്തുപാട്ട് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കലാകാരനാണ് തൃശൂർ നടവരമ്പ് സ്വദേശിയായ കൊച്ചുനാരായണൻ. കേരള സർക്കാർ ഫോക്ലോർ അക്കാദമിയുടെ 2023 വർഷത്തെ ഫെലോഷിപ്പാണ് അദ്ദേഹം നേടിയത്. കൈതക്കാപ്പുഴ ക്ഷേത്രാങ്കണത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 7-നായിരുന്നു ആദരച്ചടങ്ങ് നടന്നത്. കൈതക്കാപ്പുഴ കുടുംബക്ഷേമ സഭ മുൻ സെക്രട്ടറി KK ശുഭൻ ആദരിക്കൽ നിർവഹിച്ചു. മുരളീകൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. KG നരേന്ദ്രൻ, ബിന്ദു രവീന്ദ്രൻ, കൊച്ചുനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗുരുദേവ ഗ്രൂപ്പ് കൊൽക്കളി, വില്ലുമൻപാട്ട് എന്നിവ അരങ്ങേറി. ഞാൻ 1985 ഈ കളമെടുത്ത് കലാരംഗത്തേക്ക് കടന്നു വന്നു. ശ്രീ കൊച്ചപ്പനാശാൻ കൊറ്റനല്ലൂർ, ശ്രീ മാപ്രാണം വേലുകുട്ടിയാശാൻ, മകൻ കൃഷ്ണൻ എന്നിവരാണ് എൻ്റെ ഗുരുനാഥൻ. അവർ പറഞ്ഞു തന്ന ദേവടിയിലൂടെ ഇത്രകാലം സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിരിക്കാം എനിക്ക് തന്നിട്ടുള്ള ഈ ഫോക്ലോർ അക്കാദമി അവാർഡും ഫെലോഷിപ്പും. അങ്ങനെ ഞാൻ 2010 ട്രഡീഷണൽ ആർട്ട് പ്രാക്ടീസ് എന്നൊരു പരിപാടി ഡൽഹിയിൽ 10 ദിവസത്തോളം അതിന് നേതൃത്വം നടക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ 2008 തൃശൂർ ലളിതകലാ അക്കാദമി നടത്തിയ 31 മാസക്കാലം നീണ്ടുനിന്ന
കളത്തിൽ മുഖ്യ സാന്നിധ്യമായി എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഏകദേശം ഒരു 50-ൽ പരം പുരസ്കാരങ്ങൾ ഇപ്പോൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ലവരായിട്ടുള്ള ഈ സഹകാര്യ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അകമഴിഞ്ഞിട്ടുള്ള നസീമമായിട്ടുള്ള സഹകരണമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഈ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അരിമ്പൂരിൽ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. അരിമ്പൂർ കാരക്കാട്ട് പറമ്പിൽ വീട്ടിൽ അനന്തുവാണ് അറസ്റ്റിലായത്. കേസിൽ അരിമ്പൂർ 4-ാം കല്ല് സ്വദേശി ചേന്തംകുളം വീട്ടിൽ ശ്രീഷ്ണവ്, വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ, അരിമ്പൂർ സ്വദേശി മാങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി, അരിമ്പൂർ 4-ാം കല്ല് സ്വദേശി കണ്ണോളി വീട്ടിൽ രാജേഷ് എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ധനു പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കാവടിയാട്ടത്തിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഡാൻസ് കളിക്കുന്നതിനിടെ ദേഹത്തേക്ക് വീണ പ്രതിയെ 16-കാരൻ തള്ളി മാറ്റിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താലാണ് 16-കാരൻ ആക്രമിക്കപ്പെട്ടത്. പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരി 6-ന് വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടി ആക്രമിക്കപ്പെട്ടത്. അരിമ്പൂർ ഓളം തരിപ്പാറ കുളത്തിനരികിൽ വെച്ച് 16-കാരനെ കൈകൊണ്ടും വടികൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി അനന്തു അസഭ്യം പറഞ്ഞും ജാതിപ്പേര് വിളിച്ചും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. അന്തിക്കാട് SI M അഫ്സൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ അമൽദേവ്, അനൂപ്, പ്രതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പള്ളിപ്പുറം ഗ്രാമീണ വായനശാല പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരം സംഘടിപ്പിക്കുക. LP വിഭാഗത്തിലുള്ളവർക്ക് ക്രയോൺസും മറ്റ് വിഭാഗങ്ങളിലുള്ളവർക്ക് ജലച്ചായം രീതിയുമാണ് ഉപയോഗിക്കേണ്ടത്. ഈ മാസം 14-ന് ശനിയാഴ്ച രാവിലെ 10:30-ന് പള്ളിപ്പുറം ALP സ്കൂളിലാണ് മത്സരം നടക്കുക. വരയ്ക്കാനുള്ള പേപ്പർ ഒഴികെ മറ്റു സാമഗ്രികൾ കുട്ടികൾ കൊണ്ടുവരണം. മത്സര ദിവസം രാവിലെ 10 മണി വരെ രജിസ്ട്രേഷൻ അനുവദിക്കും. മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും സമ്മാനിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9946 944831 7907 457723. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,910 രൂപ, പവന് 1,11,280 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകത്ത് വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കിഴിപ്പള്ളിക്കര സ്വദേശി ഏങ്ങാണ്ടി വീട്ടിൽ ബ്രാവോ എന്ന അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത്. ഊരകത്ത് ബാറിൽ വെച്ച് യുവാവിനെ കുപ്പികൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പഴുവിൽ സ്വദേശി കോഴിക്കോടൻ വീട്ടിൽ സുദേവാണ് അറസ്റ്റിലായത്. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വേല മഹോത്സവവും പ്രതിഷ്ഠാദിനവും ഈ മാസം 6-ന് വെള്ളിയാഴ്ച ആഘോഷിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.